ചെറുപഴം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കുട്ടപ്പഴമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം, അല്ലെങ്കിൽ ചെറിയ പഴം ഒരു 5 6 ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ചിക്കുട്ടപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത് തൊലിയൊക്കെ കറുത്തു പോയ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ആ പഴം കളയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം. നമുക്ക് ഈ പഴം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു കടിക്കാൻ കിട്ടുമല്ലോ പഴത്തിൻ്റെ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരക്ക് പകരം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ജാഗരി പൗഡറാണ്. അതായത് ശർക്കര പൊടിച്ചിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഇതിൽ കല്ലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരു 3 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ലൂസായിട്ട് വരും. അതായത് ആ പഞ്ചസാര അല്ലെങ്കിൽ ഈ ജാഗരി ചേർക്കുന്ന അത് അലിഞ്ഞ് വരുമ്പോൾ കുറച്ചൊന്ന് ഈ പഴത്തിൻ്റെ കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ് പൊടിച്ചതിന് പകരം നിങ്ങൾക്ക് സിനമൺ പൗഡറാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വനില എസൻസ് എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം റവ ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാടങ്ങ് ലൂസായാൽ പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് നന്നായി കിട്ടില്ല. ഞാനിവിടെ റവ മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ കട്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ബാറ്ററിനെക്കാട്ടി കുറച്ചുകൂടി കട്ടിയുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അതായത് കൈ കൊണ്ടൊക്കെ നുള്ളിയിടാൻ പറ്റുന്ന ഒരു കറക്റ്റ് പാകത്തിന്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടിയോ പച്ചരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പം ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും പുറം ഭാഗത്ത്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. റവ മാത്രം ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുക, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ചൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ്. ഇതിനി നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ചൂടാൻ തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൂണിനെ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇടൂലേ, അങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇതുപോലെ ഇടുന്നതിന് പകരം മറ്റേ ഉണ്ണിയപ്പ ചട്ടിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഷേപ്പിൽ കിട്ടുക, ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെയും ചെയ്യാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു നല്ലൊരു കളർ കിട്ടുന്നവരെ നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുക്കാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റുമാണ്, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക ചൂടോടെ കഴിക്കുമ്പോൾ. അതിന് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട്, പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. എണ്ണയിൽ നിന്ന് ഒട്ടും കുടിക്കുന്നില്ല. ഇതിന് നമ്മൾ പഴം ചേർത്തിട്ടല്ല ഉണ്ടാക്കിയത്. ഇനി പഴത്തിന് പകരം നമുക്ക് ഇത് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുക. മുട്ട ചേർത്തിട്ടും, അതായത് മുട്ടയും റവയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് ഇതുണ്ടാക്കും. കണ്ടില്ലേ, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കുകയല്ലേ ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല ചെറിയ കുഞ്ഞായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെറിയ ഷേപ്പിൽ കാണുന്നത്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, ചെറുതായതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ കുറച്ച് ചെറിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. പഴം അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് പഴുത്ത് പോയ പഴം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.